എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഏർലി സ്റ്റേജിൽ എങ്ങനെ റിട്ടയർ ആവാം, ഒരു 5-6 വർഷം കൊണ്ട് റിട്ടയർ ആവണം എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ പ്രതിമാസം സിസ്റ്റമാറ്റിക് ആയിട്ട് എത്ര രൂപ നിക്ഷേപിക്കണം, SWP കാൽക്കുലേഷൻ, SIP കാൽക്കുലേഷൻ, ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും പലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. സോ ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. SIP, SWP അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കലി ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 2030 മുന്നേ എങ്ങനെ റിട്ടയർ ആവാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ്, ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റിൽ രേഖപ്പെടുത്തുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ആവറേജ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിറ്റ്കോയിൻ എത്രമാത്രം ഹെൽപ്ഫുൾ ആണ് ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവാൻ, അല്ലെങ്കിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രമാത്രം റിട്ടേൺ കിട്ടും എന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ട്രഡീഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ഈ ഒരു ട്രഡീഷണൽ റിട്ടയർമെൻറ്റ് സ്കീമുകൾ, അതിപ്പോൾ എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടുകൾ, SIP, അതേപോലെ ഇപ്പോൾ ഫിക്സഡ് ഇൻകം ആനുവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരത്തിലുള്ള സ്കീമുകളാണ് എന്നുണ്ടെങ്കിലും, ഇത്തരത്തിലുള്ള സ്കീമുകൾ സെല്ല് ചെയ്യുന്ന അഡ്വൈസേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും, പ്രാക്ടിക്കലി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ റിട്ടയർ ആവാൻ ഹെൽപ്ഫുൾ ആവുന്നില്ല. ആക്ച്വലി പ്രാക്ടിക്കലി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അൺഅഫോർഡബിൾ എന്നതിൻ്റെ 3 കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഈ ഒരു ട്രഡീഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ആളുകൾ ഇൻഫ്ലേഷനെ വലിയ രീതിയിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കോമൺ ആളുകൾക്ക് ഇൻഫ്ലേഷൻ നേരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതായത് ഇത്തരത്തിലുള്ള നിങ്ങളിപ്പോൾ ഏതൊരു വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇവരെല്ലാവരും നമ്മളോട് പറയുന്നത് ഇന്നത്തെ വലിയൊരു വാല്യൂ നാളെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അല്ല, അത് ഇന്ന് 1 കോടി രൂപ വലിയൊരു എമൗണ്ട് ആയിരിക്കാം, പക്ഷേ അടുത്തൊരു 20 വർഷം കഴിഞ്ഞിട്ടോ 30 വർഷം കഴിഞ്ഞിട്ട് ഈ 1 കോടി ഉണ്ടാക്കിയാലും നമുക്ക് ആക്ച്വലി ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അല്ലേ? അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ വലിയൊരു എമൗണ്ട് എന്ന് പറയുന്നത് നാളത്തെ വലിയൊരു എമൗണ്ട് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ 1 കോടി രൂപയുടെ അടുത്ത 20 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ വെറും 31 ലക്ഷം രൂപയാണ്. ഇന്നത്തെ 1 കോടി രൂപയുടെ അടുത്ത 30 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ വെറും 17 ലക്ഷം രൂപയാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഒരു കാർ വാങ്ങിക്കാൻ 17 ലക്ഷം രൂപ ആണ് എന്നുണ്ടെങ്കിൽ, ഇതേ കാർ നമ്മൾ 30 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിക്കുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ 1 കോടി രൂപയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു 25,000 രൂപയാണ് നമ്മുടെ പ്രതിമാസ ചിലവ് എന്നുണ്ടെങ്കിൽ, നമ്മൾ 30 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രതിമാസ ചിലവ് ഇതേപോലെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ 4 ഇരട്ടി, ചിലപ്പോൾ 1 ലക്ഷം രൂപ പോലും ഒരു മാസം മതിയാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ വലിയൊരു എമൗണ്ട് നാളത്തെ വലിയൊരു എമൗണ്ട് അല്ല, വളരെ ചെറിയൊരു എമൗണ്ടാണ് ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വലിയൊരു എമൗണ്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത്രയും വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡ് എത്തുമ്പോഴേക്കും നമ്മൾ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്തിട്ട്, ഇപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, ഈ ഒരു ട്രഡീഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള സ്കീമുകൾ പ്രകാരം പോവുകയാണ് എന്നുണ്ടെങ്കിൽ 90% ആളുകൾക്കും, ഇന്ത്യയിലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു സ്കീമുകളും പ്രാക്ടിക്കലി അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ 1 കോടി രൂപ 20 വർഷത്തിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആക്ച്വലി ബിൽഡ് ചെയ്യേണ്ടത് 3,20,00,000 രൂപയാണ്. അല്ലേ? അത് ഇന്നത്തെ 1 കോടി രൂപയുടെ ഇതേ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് നമുക്ക് 20 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ 1 കോടി രൂപയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്, പകരം 3,20,00,000 രൂപയാണ്. 6% ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു 3,20,00,000 എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന റീൽസിലും മറ്റും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലും മറ്റും പറയുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ. ഒരു 10,000 രൂപയോ 15,000 രൂപയോ പ്രതിമാസം 20 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഈ ഒരു ടാർഗറ്റിലോട്ട് ഒരിക്കലും എത്തില്ല. 35,000 രൂപ നമ്മൾ പ്രതിമാസം, ഇനിയിപ്പോൾ 12% റിട്ടേൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയാലും, ഈ 35,000 രൂപ 20 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തുക. അപ്പോൾ ഈ ഒരു 35,000 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ 90% ആളുകൾക്കും ഉള്ള ആവറേജ് മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് 25,000 താഴെയാണ്.
25,000 മീതെ നമുക്ക് പ്രതിമാസം ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 10% ആളുകളിലാണ് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ 35,000 രൂപ എന്ന് പറയുന്നത് SIP ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1,00,000 രൂപയൊക്കെ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കതൊക്കെ അഫോർഡബിൾ ആവുള്ളൂ. അപ്പോൾ 99% ആളുകൾക്കും ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് മന്ത്ലി SIP ഒന്നും ഇത്രയും വലിയൊരു പീരീഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ നമുക്കൊരു ഹയർ ഗ്രോത്ത് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ആവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു 35,000 എന്നുള്ള ഒരു വലിയൊരു എമൗണ്ടിന് പകരം ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഗ്രോത്ത് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതും നമ്മൾ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളും ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും ഇൻഡെക്സിനെ പോലും ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ഒരു വശത്ത് നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് ഭൂരിഭാഗം ആളുകൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളതാണ്, അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതിനോടൊപ്പം തന്നെ അത്രയും ഹയർ ഗ്രോത്തുള്ള റിട്ടയർമെൻറ്റ് സ്കീമുകളും ഈ അവൈലബിൾ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ. ഇനി ഈ ഒട്ടുമിക്ക എല്ലാ ട്രഡീഷണൽ സിസ്റ്റത്തിലുള്ള ഈ ഒരു സ്കീമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വലിയൊരു ടൈം ഫ്രെയിമുകളാണ് അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ 30 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3.53 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് മെജോറിറ്റി ഈവൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് കൂടെ അഡ്വർടൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാവും. അതായത് 30 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 60ാമത്തെ വയസ്സിൽ നമുക്ക് ഇത്രയും പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാൾ 20 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 60ാമത്തെ വയസ്സിൽ അയാൾക്ക് 2 കോടി കിട്ടിയിട്ട് എന്താണ് കാര്യം? സോ നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് പൈസ എപ്പോഴാണ് വേണ്ടത്? നമ്മുടെ ഒരു യങ് ഏജിലാണ് നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവാനാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹയർ ഗ്രോത്തുള്ള ഒരു അസറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ളതിനൊരു മീനിങ് ഉള്ളൂ അല്ലേ. അതായത് ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അല്ലാതെ കുറേ വർഷങ്ങൾ ഡെക്കേഡ്സ് 20-30 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിലൂടെ നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും മറ്റും സെല്ല് ചെയ്യുന്ന ആളുകളും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ആക്ച്വലി റിച്ച് ആക്കുന്നത്. നമ്മളല്ല ഇതിലൂടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹയർ ഗ്രോത്ത് ഉള്ള ഒരു അസറ്റിൽ ഫോക്കസ് ചെയ്യണം. ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവാനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ അവിടെയാണ് ബിറ്റ്കോയിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ലാസ്റ്റ് 10 ഇയർ ബിറ്റ്കോയിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 14 വർഷം, അതായത് 2011 മുതൽക്ക് 2025 വരെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനും ബീറ്റ് ചെയ്യുന്ന വേറൊരു അസറ്റ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് 2011 മുതൽക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ 2013 വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനും ബീറ്റ് ചെയ്യുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ബിറ്റ്കോയിൻ അങ്ങനെ കഴിഞ്ഞൊരു 14 വർഷത്തിൽ 11 വർഷത്തോളം ബിറ്റ്കോയിൻ ആണ് മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മറ്റുള്ള അസറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ്, അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികളാണ് എന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും വളരെ വലിയ രീതിയിലാണ് ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ക്യുമുലേറ്റീവ് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% മുകളിലാണ് ബിറ്റ്കോയിൻ്റെ 141% ആണ് ലാസ്റ്റ് 2011 മുതൽക്ക് 2025 വരെയുള്ള റിട്ടേൺ. ഓക്കെ, അപ്പോൾ അത്രയും ഹയർ ഗ്രോത്ത് ഉള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബിറ്റ്കോയിനിൽ അടുത്തൊരു 6 വർഷം നമ്മളൊരു SIP ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ നമ്മുടെ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ പറ്റും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ തീർച്ചയായിട്ടും ഞാനിവിടെ ഒരു ഡിഫറെൻറ്റ് സിനാരിയോസ് എടുക്കുന്നുണ്ട്. അതായത് പല കേസസ് എടുക്കുന്നുണ്ട്. അതായത് 2030 ആകുമ്പോഴേക്കും അടുത്തൊരു 6 വർഷം കൊണ്ട് 1 കോടി രൂപ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് SIP ചെയ്യണം, 3 കോടിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ 5 കോടിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ 10 കോടിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ട്.
സോ തീർച്ചയായിട്ടും ഈ ഒരു എക്സൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്തിട്ട് ഈ കാൽക്കുലേഷൻസ് മറ്റും നടത്താം. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും. സോ എപ്പോഴും നമ്മൾ ഒരു അസറ്റിൽ നമുക്ക് SIP ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു റിട്ടേണും കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള പല അനാലിസിസും മറ്റും വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറ്റുള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാണെന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലുള്ള റിട്ടേൺ എത്രയാണ് അതാണ് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിറ്റ്കോയിനിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഉള്ള ഒരു റെഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് 4 കേസസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഫിഡലിറ്റിയുടെ എക്സ്പെക്റ്റഡ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. സോ ഫിഡലിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, ഫിഡലിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഫിഡലിറ്റി 2030 ആകുമ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1.2 മില്യൺ എത്തും എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ നിലവിൽ ഈ ഒരു 2025 മുതൽക്ക് ഏകദേശം ഒരു 53% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ പെർ ഇയർ ഗ്രോ ആയാലാണ് ഈ ഒരു $1.2 മില്യൺ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ ഒരു റേറ്റിൽ പോകാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ എല്ലാ വർഷം ഇതേ റേറ്റിലോട്ട് പോവില്ല. ചിലപ്പോൾ ഈ അടുത്ത വർഷം, ചിലപ്പോൾ ഈ ഒരു ഇയർ എൻഡിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചിലപ്പോൾ ഈ ഒരു 143ക്ക് പകരം ചിലപ്പോൾ ഒരു 200,000 ക്ലോസ് ചെയ്യാം. അടുത്ത വർഷം ചിലപ്പോൾ ഡൗൺ ആവുമായിരിക്കാം. അതിൻ്റെ അടുത്ത വർഷം ചിലപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ 2 ഇരട്ടി ആവുമായിരിക്കാം. പക്ഷേ നമ്മളൊരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്ന ഒരു 53% ആയിരിക്കും. അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഡലിറ്റിയുടെ അടുത്തൊരു 2030 ആകുമ്പോഴേക്കുള്ള കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 53% ആണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് 10 ഇയർ റിട്ടേൺ കഴിഞ്ഞ 2015 മുതൽക്ക് 2025 വരെയുള്ള റിട്ടേൺ, 24 വരെയുള്ള റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 76% ആണ് ബിറ്റ്കോയിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. സോ ഇതേ ഒരു റേറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് 2030 ബിറ്റ്കോയിൻ്റെ പ്രൈസ് $2.8 മില്യൺ എത്തും. അതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജിൻ്റെ ബേസ് കേസ് സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് 2030 $431,000 എത്തും. അതേപോലെ തന്നെ ആർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, വേറൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 59% ആണ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ബൈ ദി എൻഡ് ഓഫ് 2030 ഏകദേശം $1.5 മില്യൺ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തും. അപ്പോൾ നമ്മൾ ഈ ഒരു 4 അനാലിസിസിൻ്റെ 4 ഈ ഒരു പ്രഡിക്ഷൻ്റെയും നമ്മളൊരു ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അടുത്തൊരു 6 വർഷം ഒരു 58.4% ഗ്രോ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അതല്ല നമ്മളൊരു ബുൾ കേസ് സിനാരിയോ, ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജാണ്. ഇത് കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ ബിറ്റ്കോയിൻ ഗ്രോ ആയത് അതേപോലെ അടുത്ത ഒരു 6 വർഷം ഗ്രോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ 76% ആയിരിക്കും. ഇനി അതല്ല ബേസ് കേസ് സിനാരിയോ ആണ് എന്നുണ്ടെങ്കിൽ 29% ആണ് ഇവിടെ ഏറ്റവും ബെയറിഷ് കേസ് അല്ലേ. അതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന INRൻ്റെ ഒരു പ്രൊജക്റ്റഡ് വാല്യൂ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ ഒരു ഡോളർ അസറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഡോളറിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. കാരണം INR ഓരോ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു ഗ്രോത്തിൽ കഴിഞ്ഞൊരു 10 വർഷത്തെ ഇതേ ഒരു ഗ്രോത്തിൽ INRൻ്റെ വാല്യൂ അടുത്തൊരു 6 വർഷവും ഡിപ്രീഷിയേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് 2030 ഒരു ഡോളറിൻ്റെ വാല്യൂ 102.6 INR ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടാണ് 2030 ആകുമ്പോൾ ഉള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ രണ്ടാമതായിട്ടുള്ള ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ 1 കോടി രൂപ 2030 ആകുമ്പോഴേക്കും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ 1 കോടി രൂപയല്ല ഉണ്ടാക്കുന്നുണ്ട്. അതായത് ട്രഡീഷണലി ഉള്ള കോമൺ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെ നമ്മൾ 1 കോടി ഉണ്ടാക്കിയ പോരാ അല്ലേ. അടുത്ത 6 വർഷം കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ബൈ ദി എൻഡ് ഓഫ് 2030 1,41,85,000 രൂപ നമ്മൾ അത്രയും വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലാണ് ഇന്നത്തെ ഈ ഒരു 1 കോടി എന്നുള്ളൊരു വാല്യൂലോട്ട് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ 2030 ആകുമ്പോഴേക്കും INR വാല്യൂല് 1,41,85,000 രൂപ നമ്മൾ ഉണ്ടാക്കണം. അതിൻ്റെ ഡോളർ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു 102 എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ വാല്യൂ $1,38,257 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു $1,38,257 2030 എൻഡോട് കൂടിയിട്ട് നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആവറേജ് സിനാരിയോയിൽ 58.4% റേറ്റിൽ അടുത്തൊരു 6 വർഷം ബിറ്റ്കോയിൻ ഗ്രോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിമാസം നിങ്ങൾ $227 ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക. അതായത്
19,665 രൂപയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 2030 എൻഡോട് കൂടിയിട്ട് നമ്മുടെ ബിറ്റ് കോയിൻ്റെ ഈ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്ന് പറയുന്നത് $1,38,000 ആവും. അതിൻ്റെ ഐനർ വാല്യൂ എന്ന് പറയുന്നത് 1,41,00,000 രൂപയാവും. ഇനിയിപ്പോൾ 2030 3 കോടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 4,25,00,000 രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. $4,14,772, $681 പ്രതിമാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു 58.4% അല്ല, ഇതിലും കൂടുതൽ ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബുൾ കേസ് സിനാരിയോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോൾ ഇതുവരെ ഗ്രോ ആയതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് റേറ്റിൽ അടുത്തൊരു 10 വർഷം നിങ്ങൾ ഗ്രോ ആകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. കാരണം ഇതുവരെ ബിറ്റ് കോയിൻ ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റ് പൈസയായിരുന്നു അല്ലേ. പക്ഷേ ഇനി ഒരു അടുത്തൊരു 10 വർഷം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. US ഗവൺമെൻറ് ഇതിനൊരു റിസർവ് അസറ്റാക്കി മാറ്റുന്നു, മറ്റുള്ള രാജ്യങ്ങൾ ഇതൊരു റിസർവ് അസറ്റാക്കി മാറ്റുന്നു, സോവറൈൻ വെൽത്ത് ഫണ്ടുകൾ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ETF വന്നു, വലിയ രീതിയിലുള്ള ഇൻഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കഴിഞ്ഞ ഒരു 10 വർഷത്തെക്കാളും കൂടുതൽ ഗ്രോ അടുത്ത 6 വർഷം ഗ്രോ ആവുകയാണ് എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ 76 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം വെറും $106 ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതായത് ഏകദേശം $9,200 പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്താലും 2030 എൻഡോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഒരു ആവറേജ് ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിറ്റ് കോയിനിൽ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആണ് അല്ലേ. അതായത് 35,000 40,000 SIP ചെയ്യുന്നതിന് പകരം അതിൻ്റെ 1/3 എമൗണ്ട് SIP ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു 58.4 തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ 6 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും എമൗണ്ട് പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബൈ ദി എൻഡ് ഓഫ് 2030 ഇത്രയും ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ ഒരു അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 745% ആണ്. അപ്പോൾ പല ആളുകളും ചിന്തിക്കും, അപ്പോൾ ഈ ഒരു 6 വർഷം കൊണ്ട് ഇത്രയും ഒരു 7 ഇരട്ടി റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലല്ലേ എന്നുള്ളത് അല്ലേ. പക്ഷേ നമ്മൾ കഴിഞ്ഞൊരു 5 വർഷത്തെ ബിറ്റ് കോയിൻ്റെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1445% ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡബിൾ റിട്ടേൺ ആണ് കഴിഞ്ഞൊരു 5 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലാണ് ബിറ്റ് കോയിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മാനുവലി ഇവിടെ SIP കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിപ്പോൾ $227 നിങ്ങൾക്കിവിടെ SIP കാൽക്കുലേറ്ററിൽ ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് $227. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഇവിടെ ഇൻപുട്ട് ചെയ്യാം. 58.4% ആനുവൽ ഗ്രോത്ത് റേറ്റിൽ അടുത്ത 6 വർഷം ബിറ്റ് കോയിൻ ഗ്രോ ആവുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ബൈ ദ എൻഡ് ഓഫ് 2030 $1,38,446 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിറ്റ് കോയിൻ്റെ ഗ്രോത്ത് റേറ്റ് കാര്യങ്ങൾ അടുത്തൊരു 6 വർഷം SIP ചെയ്താൽ എത്രയൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് SWP എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ 2030 ആകുമ്പോഴേക്കും നമ്മുടെ ടോട്ടൽ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ $1,38,000 ആയി. അതായത് 1,41,00,000 രൂപേൻ്റെ ഈക്വലൻ്റ് ഓഫ് ബിറ്റ് കോയിൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് റിട്ടയർ ആയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മാസവും നമ്മൾ ഇതിൽ നിന്ന് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്താൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഫണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എത്രമാത്രം എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും എന്ന് നോക്കാം. സോ ഞാൻ അതും ഇവിടെ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഇതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ $227 6 വർഷം എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തു. 2030 ആകുമ്പോഴേക്കും $1,38,000 എത്തി. അങ്ങനെ 6ാമത്തെ വർഷം മുതൽക്ക് നമ്മൾ SIP നമ്മൾ നിർത്തിയതിന് ശേഷം SWP ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 വർഷം കഴിഞ്ഞതിന് ശേഷം ബിറ്റ് കോയിൻ 58% അല്ല അതിൻ്റെ പകുതിയിൽ ഗ്രോ ആയാൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 4 ഇരട്ടി, അതായത് ഓരോ മാസവും $1,000 വെച്ച് വിഡ്രോ ചെയ്താലും
ബൈ ദ എൻഡ് ഓഫ് 10th ഇയർ, അതായത് 10 വർഷം നമ്മൾ ഇതേപോലെ അഗ്രസീവായിട്ട് വിഡ്രോ ചെയ്താലും 10 വർഷം കഴിയുമ്പോൾ, അതായത് 2040 ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ അപ്പോഴും $1.74 മില്യൺ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഒരു 10 വർഷം ബിറ്റ് കോയിൻ 29% പോലും ഗ്രോ ആയില്ല, ഒരു 15% വെച്ചിട്ട് ഗ്രോ ആയാൽ പോലും നിങ്ങൾ എല്ലാ മാസവും, അതായത് $1,38,000 ഉള്ള ബിറ്റ് കോയിൻ നിങ്ങൾ 15% വെച്ചിട്ട് ഇനി അടുത്തൊരു 10 വർഷം ഗ്രോ ആയാലും $1000 വെച്ചിട്ട് പ്രതിമാസം വിഡ്രോ ചെയ്താലും ബൈ ദ എൻഡ് ഓഫ് 10th ഇയർ അപ്പോഴും നിങ്ങളുടെ കയ്യിൽ $3,38,000 ഉണ്ടാവും. സോ ഇതാണ്, ദിസ് ഈസ് ദ മാജിക് ഓഫ് SIP ആൻഡ് SWP. ഓക്കെ, അപ്പോൾ കാരണം ഇത്രയും ഒരു ഹൈ ഗ്രോത്ത് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഇത്രയും വർഷം അതിൻ്റെ പകുതി ഗ്രോത്ത് റേറ്റിൽ ബിറ്റ് കോയിൻ ഗ്രോ ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫണ്ട് ചെയ്യാനുള്ള അത്രയും എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. സോ എന്തായാലും ഈ ഒരു കാൽക്കുലേറ്റർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.